വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ബ്രൊക്കോളി വെച്ചിട്ടുള്ളൊരു വിഭവമാണ്. അതിനു മുൻപ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യണം. പിന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതിന് വേണ്ടത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാൻ ബ്രൊക്കോളിയാണ് ആദ്യമായിട്ട്, പിന്നെ ഒരു സവാള, ഒരു മീഡിയം സൈസ്, പിന്നെ ഒരു ചെറിയൊരു പാക്ക് മാഗി, പിന്നെ കുറച്ച് സോസ്, ടൊമാറ്റോ സോസ്, പിന്നെ ഒരു 3 മുട്ടയാണ് ഞാനെടുത്തത്. ഒരു പാന് വെച്ച് ചൂടാക്കി അതിലേക്ക് ഒരു 2 സ്പൂൺ എണ്ണ ഒഴിക്കുക. അത് ചൂടായി വന്നാൽ അതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. സവാളയും പച്ചമുളകും കൂടെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം നമുക്കിതിൽ. ആ ഒരു ടൈമിൽ തന്നെ ഞാൻ വേറൊരു പാത്രത്തിൽ നൂഡിൽസും കൂടെ റെഡിയാക്കി എടുക്കുന്നുണ്ട്. കുറച്ച് വെള്ളം വെച്ചിട്ട് നൂഡിൽസൊക്കെ അതിലേക്കിട്ട് വേവിക്കുകയാണ്. ഈ സവാള ഇപ്പോൾ ഒരുവിധം നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഞാൻ അതിലേക്ക് ബ്രൊക്കോളി കട്ട് ചെയ്ത് ബ്രൊക്കോളി ഇട്ട് കൊടുക്കാം. ബ്രൊക്കോളി മുഴുവനായിട്ടും അതിലേക്കിട്ട് ഒന്ന് നന്നായി ഒന്ന് ഇളക്കി ഒന്ന് മിക്സാക്കിയിട്ട് നമുക്കൊന്ന് 2 മിനിറ്റ് അടച്ച് വെക്കാം, ജസ്റ്റ് വേവാനായിട്ട്. ഇപ്പോൾ ഒരുവിധം വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. ആവശ്യത്തിന്, ഈ ബ്രൊക്കോളിയൊക്കെയുള്ളത് മതിയല്ലോ. ഉപ്പിട്ട് ഇനി അതൊന്ന് നന്നായി ഇളക്കി എല്ലായിടത്തൊന്നാക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇത്തിരിയും കൂടെ വേവാനുണ്ട്. ഞാൻ ഒന്നും കൂടെ അടച്ച് വെച്ചൊന്ന് വേവിച്ച്, പെട്ടെന്ന് വേവും. ക്യാബേജിൻ്റെ ഒക്കെ വേവല്ലേ ഉള്ളൂ, എല്ലാവർക്കും അറിയാമല്ലോ. ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പം നന്നായി റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് 3 മുട്ട ആഡ് ചെയ്യാം. ഞാൻ 3 മുട്ടയാണ് എടുത്തത്. 4 വേണ്ടവർക്ക് 4 കൂടെ എടുക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഇനി അത് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് നന്നായി ഇളക്കി മിക്സ് ചെയ്യാം. ഇപ്പം ഇത് ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ബ്രൊക്കോളി വെറുതെ ഇങ്ങനെ വേവിച്ചാൽ തന്നെ ഉള്ളിൽ നല്ല ടേസ്റ്റാണ്. ഇനി ഈ ഒരു ടൈമിൽ ഈ മാഗി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കാം. മുട്ടയിൽ നന്നായി വെന്ത് കഴിഞ്ഞാൽ മാഗി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി മിക്സ് ചെയ്താൽ നമ്മൾ സംഭവം ഏകദേശം റെഡി ആയിട്ടുണ്ട്. നന്നായി ഒന്ന് മിക്സ് ചെയ്ത്, ഇത് വളരെ സിമ്പിളാണ് പക്ഷേ നല്ല ടേസ്റ്റിയാണ്. ഇപ്പോൾ ഇതാ നല്ല റെഡി ആയി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് സെർവ് ചെയ്യാം, ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു വിഭവമാണിത്. താങ്ക് യു.